സോ നോക്കാം. നമ്മൾ ആൽക്കഹോൾസ്, അതുപോലെ തന്നെ ആൽക്കഹോൾസ് ഫിനോൾസ് ഈതേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈതർ എന്ന് പറയുന്ന സാധനം ഉണ്ട്. ഓക്കെ, ഈതർ. സോ ഈ ഈതറിൻ്റെ നെയിമിംഗ് ആണ് നോക്കാൻ പോകുന്നത്. സോ എന്താണ് ഈതർ നോക്കാം. സോ ഈതറിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ വേറെ ഒന്നുമല്ല. ഈതറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ROR ഡാഷ് എന്ന് പറയുന്നത്. സോ അതായത് ഒരു R ഡാഷ് എന്ന് പറയുന്നത്. സോ ഈതറിനെ പറ്റി വെറുതെ ജസ്റ്റ് ഒരു കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈതറിന് എന്ത് കാണിക്കാൻ പറ്റും? മെറ്റാമറിസം എന്ന് പറയുന്ന ഒരു ഐസോമറിസം കാണിക്കാൻ പറ്റുന്ന ഒരാളാണ് ഈതർ എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് നെയിമിങ് നോക്കാം. സോ മീതോക്സി അല്ലെങ്കിൽ മീതോക്സി എന്ന് പറയേണ്ട, നമുക്ക് വേറെ കാര്യങ്ങളെ നോക്കാം. സോ ഈതറിൻ്റെ നെയിമിങ് എങ്ങനെ കൊടുക്കുകയെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ഈതറിൻ്റെ നെയിമിങ് കൊടുക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ആൽക്കോക്സി ആൽക്കെയിൻ എന്ന് പറയുന്നതാണ് കൊടുക്കുക. സോ ആൽക്കോക്സി ആൽക്കെയിൻ എന്ന് പറയുന്നതാണ് കൊടുക്കുക. ഇതിനെ മെയിൻ ചെയിനായിട്ട് എടുക്കും. ആൽക്കെയിൻ ഏതാണ് അത് മെയിൻ ചെയിനായിട്ട് എടുക്കും. ആൽക്കോക്സി എന്ന് പറയുന്നത് എന്തായിക്കണം? ഇത് എന്താണ്? ഷോർട്ട് ചെയിനാണ്. മാത്രമല്ല ഷോർട്ട് ചെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലെസ് കാർബൺ ആണ്. ലെസ് കാർബൺ ആണ്. നമുക്കൊരു ജസ്റ്റ് ഉദാഹരണം നോക്കാം. സോ ജസ്റ്റ് ഉദാഹരണം വേറെ ഒന്നുമില്ല. സോ ഞാൻ ഫസ്റ്റ് ഒരു കോമ്പൗണ്ട് എടുത്തു. ഫസ്റ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് CH3OCH3. സോ ഇവിടെ അറിയാം രണ്ട് സൈഡിലും, അതായത് ഈ സൈഡിലും CH3 ഉണ്ട്, ഈ സൈഡിലും CH3 ഉണ്ട്. അതായത് ഇവിടെ മീതയുണ്ട്, ഇവിടെ മീതയുണ്ട്. സോ എന്താ ചെയ്യുക? അതായത് നമ്മളിപ്പോൾ പ്രയോറിറ്റി എടുക്കേണ്ട ആവശ്യമില്ല. ഏതാണ് ഷോർട്ട് ചെയിൻ, ഏതാണ് വലിയ ചെയിൻ നോക്കേണ്ട ആവശ്യമില്ല. രണ്ടും എന്താണ്? ഒരേ മാറ്റതാണ്. അപ്പോൾ ഇതിനെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മീതോക്സി മീതേൻ എഴുതാൻ പറ്റും. മീതോക്സി മീതേൻ. അതായത് എന്താണ്? CH3 മീതേൻ എന്ന് വിളിക്കുന്ന സാധനം. അതായത് ഇതെന്താണ്? മീതേനാണ്. അപ്പോൾ മീതോക്സി മീതേൻ എഴുതി. ഇനി നോക്കാം. അടുത്ത കോമൺ ഞാൻ എടുക്കുന്നത് CH3OCH3 എന്നുള്ളതാണ്. സോ ഇവിടെ നോക്കുന്ന സമയത്ത് രണ്ട് സൈഡിലും, അതായത് ഈ O എന്ന് പറയുന്ന ഈ ആളെ രണ്ട് സൈഡിലും, ഈ ഓൻ്റെ രണ്ട് സൈഡിലും ഒരു സൈഡിൽ CH3 ഉണ്ട്, ഇവിടെ CH3 ഉണ്ട്. രണ്ടും എന്തുണ്ട്? ഡിഫറെൻ്റ്. അതായത് ഇതെന്താണ്? ഷോർട്ടാണ്. സോ ഇത് ഷോർട്ടാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് മൊത്തത്തിലൊരു ഗ്രൂപ്പാക്കി എടുക്കും. ഈ മൊത്തത്തിൽ എടുക്കുന്ന ഗ്രൂപ്പിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? ഞാൻ ഇതിനെ മീതോക്സി എന്ന് വിളിച്ചു. ഇതിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? മീതോക്സി എന്ന് വിളിച്ചു. അപ്പോൾ ഇതിലേതാ മെയിൻ ചെയിൻ എന്ന് വെച്ചാൽ ഇതാണ് ഷോർട്ട് ചെയിൻ. ഈ റെഡ് ആരോട്ടതാണ് എന്ത്? ഷോർട്ട് ചെയിൻ. ഇതാണ് ഷോർട്ട് ചെയിൻ. ഇതിൽ മെയിൻ ചെയിൻ ആരാ? മെയിൻ ചെയിൻ എന്നാണ് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റംസ് ഉള്ളത്. സോ ഇതാണ് എന്ത്? മെയിൻ ചെയിൻ. എൻ്റെ മെയിൻ ചെയിൻ തന്നെ എന്താ? എൻ്റെ മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ അതൊരു ഈതേനാണ്. സോ എനിക്ക് പറയാം ആൽക്കോക്സി ആൽക്കെയിൻ എന്ന് പറയുന്ന രീതി പറയുന്ന പോലെ തന്നെ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? മീതോക്സി ഈതേൻ എന്ന് പറയാൻ പറ്റും. സോ അതായത് നിങ്ങൾ ആലോചിക്കുക, അതായത് ഇപ്പോൾ ജസ്റ്റ് ഞാൻ വേറൊരു ഗ്ലാൻസിന് പറയുന്ന മാതിരി, അതായത് ഇപ്പോൾ നമ്മളെങ്ങനെ പറയാം, അതായത് ഒരു CH3 CH2 CH3OH ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക? ഇതൊരു ആൽക്കഹോൾ ഗ്രൂപ്പായിട്ടാണ് പറയുക. അതായത് നമ്മളെന്ത് പറയും? ഇതിനെ എന്തെന്ന് പറയാം? ഇതിനെ നമ്മൾ പ്രൊപ്പനോൾ എന്ന് പറയും, അല്ലേ? അതുപോലെ തന്നെ ഇവിടെ എന്താ? മീതോക്സി ഈതേൻ എന്ന് പറയുന്ന സമയത്ത്, അതായത് ഈതേന് മുമ്പ് മീതോക്സി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് വന്നു. എന്താണ് ഈ മീതോക്സി എന്ന് പറഞ്ഞ ഗ്രൂപ്പ്? OCH3 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ഇനി കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കോമ്പൗണ്ട് നോക്കാം. സോ ഞാൻ അടുത്ത കോമ്പൗണ്ട് CH3OCH3 എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. സോ ഇവിടെ നോക്കുന്ന സമയത്ത് എനിക്കറിയാം ഞാൻ പാരൻ്റ് ചെയിൻ അല്ലെങ്കിൽ മെയിൻ ചെയിനായിട്ട് എടുക്കുന്നത് ആരാണ്? ഇയാളാണ്. കാരണം ഇയാളാണ് രണ്ട് കാർബൺ ആറ്റം ഉണ്ട്, 2 കാർബൺ ഉണ്ട് മെയിൻ ഒരു ലൈൻ. ഇത് തന്നെ ബ്രാഞ്ചിങ് ആണ്. ഇവിടെ എന്തുണ്ട്? ഒരു കാർബൺ ആറ്റം ഉള്ളൂ. അപ്പോൾ ഇതെന്താണ്? ഇത് ഷോർട്ട് ചെയിനും, അതായത് ഇത് ഷോർട്ട് ചെയിനും ഇതെന്താണ്? മെയിൻ ചെയിനും ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാനിവിടെ മെയിൻ ചെയിൻ നോക്കുന്ന സമയത്ത് 1 2 3 അല്ലേ? 1 2 3. അപ്പോൾ 2ൽ എന്തുണ്ട്? മീതോക്സി ഗ്രൂപ്പുണ്ട്. 2ൽ എന്തുണ്ട്? ഒരു ആൽക്കെയിൻ ഗ്രൂപ്പുണ്ട്. അതായത് ഈ 2 എന്ന് പറഞ്ഞുകൊടുത്ത് എന്തുണ്ട്? മീതോക്സി ഗ്രൂപ്പുണ്ട്. അതായത് OCH3 എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പുണ്ട്. അതുപോലെ തന്നെ വേറെ ആരുണ്ട്? നമ്മുടെ മീതേൻ ഗ്രൂപ്പുണ്ട്. അപ്പോൾ എങ്ങനെ നെയിം ചെയ്യാൻ നോക്കാം. സോ ആദ്യം നമ്മൾ ആരെ കൊടുക്കേണ്ട നെയിം ഓർഡറിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം ഞാൻ എന്ത് ചെയ്തു? മീതോക്സി എഴുതി. അതുപോലെ തന്നെ എന്തെന്ന് എഴുതി? മീതേൻ എഴുതി. മീതേൻ. അപ്പോൾ ഇതിലിപ്പോൾ ആരാ വലിയത്? വേറെ ആരുമില്ല, നമ്മളെ സ്വന്തം മീതോക്സിൻ്റെ മീതേനുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കൊടുക്കുക? അതായത് ഞാനിതിന് കൊടുത്തത് ഇതിപ്പോൾ ഒരു ചെയിനായിട്ട് എടുത്തു. സോ ഇതൊരു ചെയിനായിട്ട് എടുത്തു. ആ ചെയിനിൻ്റെ അതായത് അങ്ങനെയല്ല കേട്ടോ, മീതേനല്ല, സോറി. അതായത് ഒന്നുകൂടി പറഞ്ഞുതരാം. കൺഫ്യൂഷൻ ഉണ്ടാവും, ഉറപ്പാണ് കൺഫ്യൂഷൻ ഉണ്ടാവും. നോക്കാം. വേറെ ഒന്നുമില്ല.
അതായത് ഇവിടെ ഷോർട്ട് ചെയിൻ എന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല, ആരാണ്? CH3 എന്ന് പറയുന്ന മീഥേൻ ഗ്രൂപ്പാണ്. മീഥേൻ ഗ്രൂപ്പിൻ്റെ ഒപ്പം ചെറിയ ചെയിൻ ആയതുകൊണ്ട് മീഥോക്സി ഗ്രൂപ്പാണ് എന്ത് ഷോർട്ട് ചെയിൻ എന്ന് പറയുന്നത്. ഇവിടെ വലിയ ചെയിൻ ആരാ? 1 2 3 3 കാർബണുള്ള പ്രൊപ്പൈനാണ്. സോ ഈ പ്രൊപ്പൈൻ്റെ രണ്ടാമത്തെ കാർബണിൽ അറ്റാച്ച് ചെയ്തിട്ട് ആരുള്ളത്? മീഥോക്സി ഗ്രൂപ്പുള്ളത്. സോ അങ്ങനെ ആയാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാമത്തെ കാർബൺ ആയത് 2 മീഥോക്സി പ്രൊപ്പൈൻ എഴുതാൻ പറ്റും. 2 മീഥോക്സി പ്രൊപ്പൈൻ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു സീൻ കോമ്പൗണ്ട് തരാം. ഈ കോമ്പൗണ്ട് കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. സോ ഞാൻ എടുക്കുന്ന കോമ്പൗണ്ട് വേറെ ഒന്നുമല്ല, ഞാൻ CH3 CH2 CH3 CH2 CH3 CH3. ഓക്കെ, ഇങ്ങനൊരു കോമ്പൗണ്ട് എടുത്തു. ഞാനിവിടെ ഒരു OCH3 എടുത്തു. ഓക്കെ, OCH3 എടുത്തു. സോ നോക്കുന്ന സമയത്ത് വലിയൊരു കോമ്പൗണ്ടായിട്ട് കാണാൻ പറ്റും. സോ ഇവിടെ നോക്കുന്ന സമയത്ത് പാരൻറ്റ് ചെയിൻ എന്താണെന്ന് സിമ്പിളായിട്ട് പറയാൻ പറ്റും. അതേതാണ്? ഈ സൈഡിലേതാണ് പാരൻറ്റ് ചെയിൻ എന്ന് പറയുന്നത്. സോ പാരൻറ്റ് കാർബൺസ് ഉണ്ട് 1 2 3 4 5. ഓക്കെ, 4 5 കാർബൺസ് ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതായത് 3ൽ എന്തൊക്കെയുണ്ട്? 3 അറ്റാച്ച് ചെയ്തിട്ടൊരു മീഥോക്സി ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഏതുണ്ട്? ഒരു മിനിറ്റ്. അതായത് തേർഡ് കാർബണിൽ ആരൊക്കെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ആരുള്ളത്? ഒരു മീഥോക്സി ഗ്രൂപ്പ് ഉണ്ട്. സോ ഇവിടെ നോക്കുന്ന സമയത്ത് ആൽഫബറ്റിക്കൽ ഓർഡർ നോക്കുന്ന സമയത്ത് O ഉണ്ട്, Y ഉണ്ട്. സോ O ആണ് ആദ്യം വരിക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും എന്ത്? 3 മീഥോക്സി 3 മീഥൈൽ. പാരൻറ്റ് ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5. സോ 3 മീഥോക്സി 3 മീഥൈൽ ആൻഡ് ഇത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റെയിൻ ചെയ്താൽ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നെയിം ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് തരാം. വേറൊന്നുമല്ല, ഞാനൊരു CH3 CH3 CH2 ആണ് കേട്ടോ. CH2 CH3. അതുപോലെ തന്നെ CH3 CH2 CH3 CH2 CH3 CH2. ഓക്കെ, ഈ രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ ചെയ്താൽ എന്ത് ചെയ്യും? ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് തരാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.